ഓക്കെ, നമ്മൾ ജസ്റ്റ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് പറഞ്ഞു, നമുക്ക് ആഴ്ചയിൽ 7 ദിവസത്തിൽ 6 ദിവസം വർക്ക് ചെയ്യുക, 1 ദിവസം ലീവ്. നമ്മൾ പറഞ്ഞു എന്താണ്, നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. ഒരാഴ്ചയിൽ നമുക്ക് 2 ദിവസം 10 മണിക്കൂറും ബാക്കിയുള്ള 4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 9 മണിക്കൂറും ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഡ്രൈവിങ്ങിൻ്റെ കണക്ക് പ്രകാരം നിങ്ങൾ 9 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ 13 ഹവർ റെസ്റ്റ് എടുത്തിരിക്കണം. 9 മണിക്കൂറാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് നമുക്ക് 13 ഹവർ വർക്കിംഗ് ടൈം ഉണ്ട്. 13 ഹവർ പ്ലസ് 11 ഹവറാണ് നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടത്. അതായത് 13 മണിക്കൂർ വർക്ക് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം, 11 ഹവർ റെസ്റ്റ് എടുത്തിരിക്കണം. അതേപോലെ നിങ്ങൾ 10 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ, നിങ്ങൾ 10 മണിക്കൂർ ഒരു ദിവസം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടതെന്ന് പറയുന്നത് 9 മണിക്കൂറാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മളെ 9 മണിക്കൂർ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ദിവസം നിങ്ങളെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത്, അതായത് വർക്കിംഗ് ടൈം ഓഫ് 9 ഹവർ ഡ്രൈവിംഗ് ഡേ മീൻസ് ദാറ്റ് ഈസ് 13 ഹവേഴ്സാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് എത്ര ഇരിക്കുന്നുണ്ട്, 13 - 24 13 കുറച്ച് കഴിഞ്ഞാൽ 11 മണിക്കൂറുണ്ട്. ആ 11 മണിക്കൂർ എന്ന് പറയുന്നതാണ് നമ്മളെ റെസ്റ്റ് ടൈം. ഇനി ഈ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 10 മണിക്കൂർ ഡ്രൈവ് ചെയ്തു, നിങ്ങൾ 10 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ടേമിൽ വരുന്ന നമ്മളെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 15 ഹവറാണ്. അപ്പോൾ ആ 15 ഹവർ നമ്മൾ 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്, 9 ഹവറാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ 15 മണിക്കൂർ വർക്കിംഗ് ടൈം ആണെങ്കിൽ നമ്മൾ 9 ഹവർ റെസ്റ്റ് എടുക്കണം. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിന്ന് എടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ ആര് വേണമെങ്കിലും, നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ വന്ന് നിങ്ങൾ എന്ത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർക്കിംഗ് ടേംസ് പഠിക്കുക. ഈ ഫസ്റ്റ് ഞാനിവിടെ ഇതിൽ ഞാൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരാഴ്ചയിൽ 4 ദിവസം 9 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എങ്ങനെയാണ് ഡ്രൈവിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞേക്കുന്നത് എന്താണ്, നമ്മൾ ഒരു ദിവസം 10 മണിക്കൂർ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ വർക്കിംഗ് ഹവേഴ്സ് ഡിവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു വീക്ക്ലി നിങ്ങൾക്ക് 56 മണിക്കൂറേ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾ ഒരു വീക്കിൽ 45 മണിക്കൂർ റെസ്റ്റ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ ആ 45 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ 45 മണിക്കൂറിന് മിനിമം നിങ്ങൾ 24 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. അതായത് നിങ്ങൾ ഒരു ആഴ്ചയിൽ നിങ്ങൾ എന്ത് ചെയ്തു, 56 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, 24 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞു ഒരാഴ്ചയിൽ 45 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്റ്റ് എടുക്കണമെന്ന് നിർബന്ധമാണ്. പക്ഷേ നമുക്കത് അടുത്ത ആഴ്ചത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഒരു ആഴ്ചയിൽ നമ്മൾ 5 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ 6 ദിവസം കൊണ്ട് നിങ്ങൾ 56 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, 24 മണിക്കൂർ ബ്രേക്ക് എടുക്കുക. ദെൻ അടുത്ത വീക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അടുത്ത വീക്കിലും നിങ്ങൾക്ക്, അപ്പം നമുക്ക് വേറെ ഒരു നിയമമുണ്ട്, നമുക്കിവിടെ മാക്സിമം ഒരു 2 വീക്കിൽ നമുക്ക് 90 ഹവറേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താണ്, ഈ 56 മൈനസ് ബാക്കിയുള്ള ഹവർ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഈ 45 നമ്മൾ 24 മണിക്കൂർ ബ്രേക്ക് എടുത്തു, ബാലൻസ് നമുക്ക് 21 ഹവർ ഉണ്ട്. അപ്പം അടുത്ത ആഴ്ച നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, ഈ 45ഉം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 21 ഹവറായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി നിങ്ങൾ 3 ദിവസം എന്ത് ചെയ്യേണ്ടി വരും, ഓഫ് എടുക്കേണ്ടി വരും. പക്ഷേ ഈ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ റെസ്റ്റ് ടൈം ക്രമീകരിച്ചിരിക്കണം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.